നമുക്കിന്ന് എറണാകുളം ജില്ലയിലെ 3 പ്രശസ്തമായ പള്ളികളിലേക്ക് പോകാം. എടപ്പള്ളി പള്ളി, പിന്നെ നമ്മുടെ കലൂർ തമ്പുരാൻ, പിന്നെ വല്ലാർപാടത്തമ്മ. ഇവിടേക്കാണ് നമ്മൾ പോകുന്നത്. വിളിച്ചാൽ ഇരുകൈ നീട്ടി നമ്മുടെ പ്രാർത്ഥനയെ സ്വീകരിച്ച് നമുക്ക് ഫലം നൽകുന്ന 3 പള്ളിയങ്കണത്തിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയത് എടപ്പള്ളി പള്ളിയിലേക്കാണ് പോയത്. എടപ്പള്ളി പള്ളി ചെന്നപ്പോൾ എടപ്പള്ളി തമ്പുരാൻ്റെ തിരുനാളായിരുന്നു. തിരുനാൾ നടക്കുകയാണ്. അതിൻ്റേതായ തിരക്കുകളും അതിൻ്റേതായ വ്യാപാരങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അതിനിടയിലൂടെ നുഴഞ്ഞു കയറി നമ്മൾ എടപ്പള്ളിയിലെ അപ്പനെ കാണാൻ, ഇതിനിടയിൽ കൂടി ആൾക്കാർ കഴുന്ന് നേർച്ച നടക്കുന്നുണ്ട്. നമ്മളതെല്ലാം കണ്ട് മുമ്പോട്ട് പോവുകയാണ്. അതായത് എടപ്പള്ളിയിലെ അപ്പനെ കാണാൻ. എടപ്പള്ളിയിലെ അപ്പനെ കാണാനാണെങ്കിലോ ഒരു നീണ്ട നിര തന്നെയുണ്ട്. അതായത് വേഷഭൂഷാദികളാൽ അലങ്കൃതനായിട്ടാണ് അവിടെ നമ്മുടെ സ്വർണ്ണാഭരണ വിഭൂഷിതനായിട്ടാണ് എടപ്പള്ളി തമ്പുരാൻ പുറത്ത് എഴുന്നള്ളിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡിൽ കൂടി തന്നെ ചെന്നു. സൈഡിൽ കൂടി നിന്ന് കാണാനായിട്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി സമയം നമുക്ക് നഷ്ടമാകുമെന്ന് തോന്നിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ക്യൂ നിൽക്കാതെ സൈഡിൽ നിന്ന് പുണ്യാളനെ കാണാം. വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ കാണാനും പറ്റുന്നുണ്ടായിരുന്നു. കണ്ട് നമ്മൾ അവിടുന്ന് അപ്പോൾ കുർബാന നടക്കുന്ന സമയം കൂടിയായിരുന്നു. അതായത് പെരുന്നാളിൻ്റെ കുർബാന നടക്കുകയാണ്, പാട്ട് കുർബാന നടക്കുകയാണ്. ഞാൻ പോയി കുർബാന, നമ്മൾ ലേറ്റായിട്ടാണ് ചെന്നത് എങ്കിലും കുർബാന കണ്ടു, കുർബാന സ്വീകരിച്ചു. അതിനുശേഷം നമ്മൾ അവിടുത്തെ കിണറിൻ്റെ അടുത്ത് വന്നു. കിണറിൻ്റെ വെള്ളം തലയിലൂടെയൊക്കെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തല സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടാവും എന്നതാണ് അവിടുത്തെ ഐതിഹ്യം. പിന്നെ നമ്മൾ അവിടുത്തെ വ്യാപാരങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു. അതിനിടയിൽ നിന്ന് കണ്ട ഒരു ചെടിയാണിത്, മെലസ്റ്റോം. പണ്ട് നമ്മുടെ വേലിക്കലൊക്കെ ഉണ്ടായിരുന്ന ഒരു ചെടിയാണിതെന്ന് പറയുന്നത്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി, പേരും കൂടെ കേട്ടപ്പോൾ അതിനപ്പുറത്തെ കൗതുകം. അതെ. പിന്നെ നമ്മൾ അവിടെയുള്ള ഓരോ കടകളും കയറി ഇറങ്ങി ചുമ്മാ ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ നോക്കിക്കണ്ട് പലഹാരങ്ങൾ കണ്ടപ്പോൾ വായിൽ വെള്ളം ഊറി ശരിക്കും പറഞ്ഞ അങ്ങനെ നടന്നു. പിന്നെ അടുത്തത് അവിടെ നിന്ന് തന്നെ നമ്മൾ പോകുന്നത് നമ്മുടെ പുണ്യാളൻ്റെ തന്നെ കോഴി നേർച്ച നടക്കുന്നത്. കോഴി നേർച്ച എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഗീവർഗീസ് പുണ്യാളനോട് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം എന്താ പറയുക, പാമ്പ് വരുമ്പോൾ അല്ലെങ്കിൽ പാമ്പിൻ്റെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ അവിടെ ഒത്തിരി ആളുകൾ ഇതെല്ലാം സാധിച്ചിട്ടായിരിക്കണം കോഴി നേർച്ച നടത്തുന്നുണ്ട്. അതായത് ചിക്കൻ കറി വെക്കുന്നതും, ചിക്കൻ കറിയുടെ ഒക്കെ വല്ലാത്ത മണമായിരുന്നു. അതെ, ഹഠാത് ആകർഷിക്കുന്ന മണം. അവിടെ തന്നെ കൊന്ന് അതെ, ശരിക്കും ഒരു ഫുൾ ചിക്കൻ ജീവനോടത്തോളം കോഴീനെ നമ്മുടെ ഈ ഒരു സ്ഥലത്ത് കൊന്ന് ഫുള്ള് പപ്പും പൂടെ എല്ലാം പറിച്ച് വൃത്തിയാക്കി ആ ഒരു കോഴിക്കറി വെക്കുന്നതിനായിട്ടുള്ള സകല പ്രോസസ്സും ഇവിടെ വെച്ചിട്ടാണ് ആൾക്കാർ ചെയ്ത് കറിയാക്കി കഴിക്കുകയും പിന്നെ വീട്ടിൽ കൊണ്ടുപോകുമായിരിക്കാം, കൊണ്ടുപോകാതിരിക്കത്തൊന്നുമില്ല. അപ്പോൾ അവിടെ തന്നെ ഇതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇതിനടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം കലൂർ പള്ളിയിലോട്ടാണ്. അതായത് അസാധ്യകാരികളുടെ മധ്യസ്ഥനായ സ്തന്തോണീസിൻ്റെ പള്ളിയിലോട്ടാണ് നമ്മൾ പോയത്. അവിടെ ചെന്നു നമ്മൾ പ്രാർത്ഥിച്ചു. അവിടെയും കുർബാന നടക്കുകയാണ്. കുർബാന നമ്മൾ ഓൾറെഡി സ്വീകരിച്ചു. ഇതുകൊണ്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരും. അതായത് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു പോരുകയാണ്. അടുത്ത് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം വല്ലാർപാടത്തമ്മയുടെ മണ്ണിലോട്ടാണ്. ശരിക്കും വല്ലാർപാടത്തമ്മയുടെ തിരുസന്നിധിയിലേക്ക് കാല് കുത്തി കഴിയുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു സമാധാനം ഫീൽ ചെയ്യും. അതൊരു പ്രത്യേകതയാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ വല്ലാർപാടത്തമ്മയുടെ തിരുസന്നിധിയിൽ പോകുന്നത്. ശരിക്കും എനിക്ക് ഭയങ്കര സമാധാനം, മനസ്സിന് ഒരു കാം ആൻഡ് ക്വയറ്റ് എന്ന് നമുക്ക് തോന്നും. കാരണം മറ്റു പള്ളികളെ അപേക്ഷിച്ച് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മൈൻഡിന് തന്നെ ഒരു ആശ്വാസം കിട്ടുന്നത് പോലെ നമുക്ക് തോന്നും, നമുക്ക് ഫീൽ ചെയ്യും. ഈ സൈഡിലെല്ലാം ഈ മരത്തിൻ്റെ തടി പോലെ ചെയ്തു വെച്ചിരിക്കുന്ന ശില്പങ്ങളെന്ന് പറയുന്നത് കർത്താവിൻ്റെ ഓരോ സമയത്ത് ജനനം തൊട്ട് മുതൽ മരണം വരെ, അതെ, തിരുവത്താഴവും എല്ലാം അതിനകത്ത് അടങ്ങിയിരിക്കുന്ന തരത്തിലാണ് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഈ ഒരു മരത്തിൻ്റെ രീതിയിലുള്ള ആ ഒരു രൂപങ്ങളെല്ലാം, അതിൻ്റെ ഉള്ളിലെ രൂപങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ നേരെ വല്ലാർപാടത്തമ്മയുടെ തിരുസന്നിധിയിലേക്ക് കയറി. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കണ്ടോ, വല്ലാർപാടത്തമ്മയുടെ മുറ്റമടിക്കുന്ന നേർച്ചയാണ് ഇവിടെ കാണുന്നത്. പള്ളി മുറ്റം അടിച്ച് വൃത്തിയാക്കൽ നേർച്ച എന്നാണ് ഇതിന് പറയപ്പെടുന്നത്. പണ്ട് ഇത് ഇങ്ങനെയല്ലായിരുന്നു, പള്ളിയുടെ ചുറ്റും അടിച്ചു വാരണം. അതെ, വല്ലാർപാടത്തമ്മയുടെ അടിമയായി സ്വയം സമർപ്പിച്ച മീനാക്ഷി അമ്മ, അതായത് മീനാക്ഷി അമ്മ അപ്പം എന്ന് പറയുന്ന പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു അമ്മയും മകനെയും എങ്ങനെയോ കടലിൻ്റെ ഉള്ളിൽ പെട്ടുപോയി. അങ്ങനെ മാതാവ് പോയി രക്ഷിച്ച് ജീവനത്തോടു കൂടി തിരിച്ച് നമ്മുടെ മണ്ണിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ ഒരു പള്ളിയുടെ ഐതിഹ്യം എന്ന് പറയുന്നത്. അപ്പം മീനാക്ഷി പല രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ.
പല രീതിയിലുള്ള ഐതിഹ്യങ്ങളും പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഏതാണ് കറക്റ്റ് അല്ലെങ്കിൽ ഏതാണ് സത്യം എന്നറിയത്തില്ല. എങ്കിലും നമുക്കറിയാവുന്ന ഒരു ചെറിയ കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുരിയച്ചനും വല്ലാർപാടത്തമ്മയുടെ മുറ്റമടിച്ച് വൃത്തിയാക്കൽ നേർച്ച വളരെയധികം എന്താ പറയുക പ്രാർത്ഥനയോടുകൂടി തന്നെ ചെയ്തു. കുരുന്നുകൾ വരെ ഈ മുറ്റമടിച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വല്ലാർപാടത്തമ്മയുടെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാവിൻ്റെ ഒരു തിരുസ്വരൂപം മുകളിൽ വെച്ചിട്ടുണ്ട്. അതാണ് ഞാനൊന്ന് സൂം ചെയ്തെടുക്കാൻ ശ്രമിച്ചത്. ക്ലിയർ ആയില്ല എങ്കിലും കിട്ടിയൊരു ആശ്വാസം എനിക്കുണ്ടായി. അപ്പോൾ തിരിച്ച് ചാപ്പലിൽ എത്തി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ 3 പള്ളി പ്രദക്ഷിണം പൂർത്തിയാക്കി തിരിച്ചു പോകുന്നു.